ശ്രീതു അല്ലായിരുന്നു ഏറ്റവും ആദ്യം ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത്. ഓൾറെഡി വിനീതേട്ടൻ സോങ് പാടിയിട്ടുണ്ട്, അത് തമിഴാണ്. അപ്പോൾ ഇതിൽ മലയാളവും വരുന്നുണ്ട്. അപ്പോൾ അർജുൻ മലയാളിയാണ്, ശ്രീതു തമിഴാണ്. പ്രണയത്തിലാണെന്നുള്ളതിൻ്റെ അപ്പുറം അവർ ഒരുമിച്ച് എല്ലാ ഫ്രെയിമിലും കാണണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആൾക്കാരാണ്. ഫാൻസ് അവർ പ്രഡിക്റ്റ് ചെയ്യുക ഇതിൻ്റെ സ്റ്റോറി ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും. അവർക്ക് പലതും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. ടോട്ടാലിറ്റിയിൽ അവൻ്റെ പോരായ്മകൾ അവനും അറിയാം, ഞങ്ങൾക്കും അറിയാം. പുലർച്ചെ 2 മണിവരെയൊക്കെ ഇരുന്നിട്ട് നമ്മളെ കൂടെ സഹകരിച്ച് ഓരോ ആ പാലത്തിൻ്റെ ഷോട്ടൊക്കെ 2 മണിക്കാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ എന്തിരിൽ അനിമെട്രിക് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ചെയ്തിട്ടുള്ള എന്തിരിൽ വർക്ക് ചെയ്ത ആളാണ്. അമൽനീത് സാറിൻ്റെ എല്ലാ പടത്തിൻ്റെ സ്പോട്ട് എടുത്തിട്ടുള്ള പുള്ളിയാണ്. അല്ലു അർജുൻ്റെ വോയിസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് തൊട്ട് മുമ്പായിട്ട് എനിക്ക് ഡെങ്കിപ്പനി ബാധിച്ചു. യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മദ്രാസ് മലർ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ അണിയറ പ്രവർത്തകരാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. സ്ക്രിപ്റ്റ് റൈറ്റർ വിഷ്ണു ശിവപ്രദീപ്, അതുപോലെ തന്നെ ഡയറക്ടർ മനു ഡാവിഞ്ചി. നമസ്കാരം. ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ഫിലിം ഇത്രയധികം ഹിറ്റിലേക്ക് പോകാനുള്ള പ്രധാന കാരണം ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള അർജു ശ്രീതു എന്നൊരു കോംബോയാണ്. എങ്ങനെയാണ് ഇവർ ഈ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് എത്തുന്നത്? അവർ കോയിൻസിഡൻസ് ആയിട്ട് എത്തിയതാണ്. നമ്മൾ ഏറ്റവും ആദ്യം വേറെ 2 വർഷം മുമ്പേ നമ്മളിത് ഓൾറെഡി കോൺസെപ്റ്റൊക്കെ റെഡിയാക്കി വെച്ചതാണ്. വേറെ ആർട്ടിസ്റ്റുകളും കമ്മിറ്റായി നിന്നതാണ്. പല കാരണങ്ങൾ കൊണ്ട് അതന്ന് സംഭവിച്ചില്ല. ഞങ്ങൾ പിന്നെ ഫിലിമിൻ്റെ കാര്യത്തിലേക്ക് പോകാം, ഇനി മ്യൂസിക്കൽ വീഡിയോ എന്നുള്ളൊരു പരിപാടി നടക്കില്ല എന്നുള്ള രീതിയിലും അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓൾറെഡി വിനീതേട്ടൻ സോങ് പാടിയിട്ടുണ്ട്, അത് തമിഴാണ്. അപ്പോൾ ഇതിൽ മലയാളവും വരുന്നുണ്ട്. അപ്പോൾ അർജുൻ മലയാളിയാണ്, ശ്രീതു തമിഴാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവരിലേക്ക് എന്നാൽ ഇത് നമുക്ക് നോക്കിയാലോ എന്നുള്ള രീതിയിൽ ഇത് ഞങ്ങളൊരു ചെറിയ പരിപാടിയായിട്ട് വീണ്ടും മ്യൂസിക്കൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഒരു കാസ്റ്റിംഗ് കോളൊക്കെ ഇടാം എന്നുള്ള രീതിയിൽ മനുഷ്യനെ ഇരിക്കുന്ന ടൈമിലേക്കാണ് ഇങ്ങനെ വന്നു വിട്ടത്. ഈ ശ്രീതു അല്ലായിരുന്നു ഏറ്റവും ആദ്യം ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത്. ഇപ്പോഴുള്ള ഈ ഒരു സ്ഥാനത്ത് ക്ലൈമാക്സിലായിരുന്നു ശ്രീതു ഞങ്ങൾ കാസ്റ്റ് ചെയ്തത്. ഈ തമിഴിലെ ബിഗ് ബോസ് താരം വന്നിട്ടുള്ള ഇതിപ്പം അതും ഇതിൽ കുറേ ചേഞ്ചസ് ഞങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് നമ്മൾ അർജുൻ്റെ ലൈഫിലേക്ക് വരുന്ന ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലായിരുന്നു ഓൾറെഡി സ്ക്രിപ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ മോഷൻ പോസ്റ്റർ അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു റീച്ചും പരിപാടി ഇവരുടെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവർ നിൽക്കുന്നത്. അപ്പം ശ്രീതുവിൻ്റെ സ്ഥാനത്ത് വേറൊരാളെ അവർക്ക് പറ്റില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അർജുൻ്റെ സിനിമയിലെ നായികയായിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ആ കുട്ടിയെ കാസ്റ്റ് ചെയ്തത്. അങ്ങനെ ഇവരെ റീച്ച് ചെയ്ത സമയത്ത് തന്നെ അവർ ഓക്കെ ആയിരുന്നു ഈ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? അവരൊക്കെ ആയിരുന്നു. അവർ അർജുൻ സ്പോട്ടിൽ ഈ വിനീതേട്ടൻ്റെ പാട്ട് കേട്ട പാടന്നെ അർജുൻ പറഞ്ഞു അടിപൊളി സോങ്ങാണ്, നമുക്ക് രക്ഷയില്ല, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളിതിൻ്റെ കഥയായിട്ട് രൂപപ്പെടുത്തിയിട്ട് അർജുൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു, അർജുൻ അറിയില്ലായിരുന്നു. പക്ഷേ ഇത് ഈ അവസാന തിയേറ്ററിൽ എത്തുന്ന വരെ അർജുന് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അറിയാമെന്നല്ലാതെ ടോട്ടാലിറ്റിയിലൊരു കഥ അർജുൻ അറിയില്ലായിരുന്നു. പക്ഷേ തിയേറ്ററിലെത്തിയപ്പോൾ അർജുൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം ഇത്രയും ഡയലോഗ്സൊക്കെ ഈ ഡബ് ചെയ്യുന്ന സമയത്ത് മാത്രം അവൻ കാണുന്നത്, ബാക്കിയുള്ളൊന്നും കാണുന്നില്ല. അപ്പോൾ ടോട്ടാലിറ്റിയിൽ വരുന്ന സമയത്ത് അർജുൻ തിയേറ്ററിലിരുന്നിട്ടാണ് അത് ആദ്യമായിട്ട് കാണുന്നത്. അതുവരെ അർജുന് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫോർമാറ്റ് അറിയില്ലായിരുന്നു, ശ്രീധുവിന് അറിയില്ല. അതായത് ഈ സോങ്ങിന്റെ കുറച്ച് മൊമെന്റ്സ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതില് ശ്രീതു ക്ലൈമാക്സ് ടൈമിലാണ് ശ്രീതുവിലേക്ക് എത്തിയത്. അപ്പോൾ ശ്രീധുവിന് ഓൾറെഡി ഈ സോങ് ഇഷ്ടപ്പെട്ട് ശ്രീതു അത് ചെയ്യാൻ ഓക്കെ ആയിരുന്നു, അങ്ങനെ അത് ചെയ്തു. അപ്പോൾ അർജുനും ഈ പറഞ്ഞ സോങ്ങിൻ്റെ സീക്വൻസ് ഞങ്ങൾ ഏറ്റവും ആദ്യം ചെയ്തത്, പിന്നെ സ്റ്റോറി പോർഷൻ പിന്നീടാണ്. അപ്പോൾ ഈ സോങ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്തു. അപ്പോൾ ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2 മില്യണിന് മേളിൽ റീച്ച് എത്തി. അത്ര നമ്മൾ റീച്ച് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവർ ഓൾറെഡി ഈ പറയുന്ന ഫാൻസ് അവർ പ്രഡിക്റ്റ് ചെയ്യുക ഇതിൻ്റെ സ്റ്റോറി ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും. അവർക്ക് പലതും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി, അപ്പം ഓൾറെഡി ഇവര് പ്രണയത്തിലാണോ എന്നൊക്കെയുള്ളൊരു സംശയം ആണെന്നുള്ള രീതിയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അവർ പ്രണയത്തിലാണെന്നുള്ളതിൻ്റെ അപ്പുറം അവർ ഒരുമിച്ച് എല്ലാ ഫ്രെയിമിലും കാണണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആൾക്കാരാണ്. അവർ പ്രണയത്തിലാണെന്നുള്ള ആഗ്രഹത്തിലല്ല അവർ നിൽക്കുന്നത്, ഈ അർജുൻ ശ്രീജു ഫാൻസ് നിൽക്കുന്നത്. അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് കാണണം, അവരെ ഒരുമിച്ചുള്ള ബോണ്ടിങ്, ഒരു കോംബോ വർക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ആഗ്രഹവും. അപ്പോൾ അവരോട് മിക്കപ്പോഴും ഈ പല ഇന്റർവ്യൂവിലും ചോദിക്കുമ്പോഴും തന്നെ അവർക്കും അതൊരു വിഷമമാണ്, നിങ്ങൾ കല്യാണം കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ. അതൊക്കെ അവർക്ക് അവോയ്ഡ് ചെയ്യുന്ന, അവരും അവോയ്ഡ് ചെയ്യുന്ന ഫാൻസുകാർ അങ്ങനത്തെ ക്വാളിറ്റി ഉള്ള ഒരു ഫാൻസ് ടീമാണ് അവർക്ക് ഉള്ളത്. അത്രയ്ക്കും ക്വാളിറ്റിയാണ് അവര്. അതെ അവര് എല്ലാ ഏരിയയിലും ഏത് സമയത്തായാലും അവർ നമ്മളുടെ മെസ്സേജ് അയച്ച് ചോദിക്കും, എന്താണ് ഇതെന്താണ്, ഇതിന്റെ പ്രോസസ്സിങ് എന്താണ്, ഇതിന്റെ കാര്യങ്ങൾ എന്താണ്, ഓരോ സമയത്ത് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്കും അതിനകത്ത് വളരെ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു
സിനിമയിൽ പോലും അത്രത്തോളം ഫാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും ഫാൻസാണ് അർജുനും. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ അപ്പം ചേഞ്ച് വരുത്തിയത്. കാരണം ഇത്രയും ആൾക്കാർ ഇങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ അവർക്ക് ഒട്ടും നിരാശപ്പെടുത്തരുത്. കാരണം അവർക്ക് വേണ്ടി അപ്പം നമുക്ക് എന്തായാലും ഇത് ഒരിക്കലും അവൻ്റെ ലൈഫിലേക്കല്ല, അവൻ്റെ ഫിലിമിലേക്ക് എന്നുള്ളത് അത് ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഈ ഒരു ഏരിയ, ആ ഒരു ഏരിയ ഞങ്ങൾ അങ്ങനെയാണ് പിന്നീട് ഷൂട്ട് ചെയ്ത്. ഇതിന്റെ ഒരു എൻഡ് കാണുമ്പോൾ ഇനി ഒരു തുടക്കം കൂടി ഉണ്ടെന്ന് ഫീൽ ചെയ്യിക്കുന്ന ഒരു രീതിയിലാണ്. ഒരു സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ അടുത്തൊരു ഭാഗം ഉണ്ടാകുമോ? ഇല്ല, സെക്കൻഡ് പാർട്ടിനെ കുറിച്ചിട്ടൊന്നും നമ്മളൊരു ചിന്തിച്ചിട്ടില്ല. പക്ഷേ നമ്മളത് ആദ്യം തീരുമാനിച്ചിരുന്നത് വേറൊരു രീതിയിലുള്ള ഒരു എൻഡിങ് ആയിരുന്നു. പക്ഷെ അത് ടോട്ടാലിറ്റിയിൽ ഒരു ഡിസംബറിൻ്റെ വരും എന്നുള്ളതിനെ കൊണ്ട് തന്നെ നമുക്ക് അവരെ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, ഫൈനലി എത്തുന്ന രീതിയിൽ, ഫൈനലി അർജുനിൽ തന്നെ അല്ലെങ്കിൽ ശ്രീധുവിൽ തന്നെ എത്തുന്ന രീതിയിൽ കൊണ്ടെത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ ഏറ്റവും എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്ക് നമ്മൾ എത്തുന്നത് തന്നെ. ഇപ്പൊ ഇവര് ഒരുപാട് സിനിമകളിലൊന്നും അഭിനയിച്ച് പരിചയമുള്ള ആളുകളല്ല, പക്ഷെ വളരെ നല്ല രീതിയിലാണ് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? ഈ അർജുൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ്, മീൻസ് അവൻ മോഡലിംഗ് അല്ലാതെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ഷോർട്ട് മൂവി കണ്ടന്റാണത്. അത് തന്നെ ടോട്ടാലിറ്റിയിൽ അവൻ്റെ പോരായ്മകൾ അവനും അറിയാം, ഞങ്ങൾക്കും അറിയാം. ഞങ്ങൾ അത് വെച്ചിട്ട് തന്നെയാണ് അവനെ മാക്സിമം മോഡിഫൈ ചെയ്തെടുത്തത്. അപ്പോൾ അവൻ നന്നായിട്ട് ഇതിന് അവനാൽ കഴിയുന്ന തന്നെ മാക്സിമം അവൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ശ്രീധു അതുപോലെ തന്നെ, ശ്രീധു കുട്ടിക്കാലത്തെ ആക്ടർ ആയതിനെ കൊണ്ട് തന്നെ ശ്രീധുവിന് നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. അപ്പോൾ അർജുൻ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എല്ലാം ഓരോ സമയത്തും ഞങ്ങളോട് ചോദിച്ചാണ് ചെയ്തത്. നമ്മൾ പല സമയത്തും നമ്മുടെ അടുത്ത് ഇങ്ങനെ മതിയോ ഒരു ടൈമിനും ഒരു പ്രശ്നങ്ങളോ അങ്ങനത്തെ ഇന്ന സമയത്ത് ഞങ്ങൾ പോകണം എന്നുള്ളതോ അങ്ങനത്തെ ഒന്നുമില്ല. വർക്ക് തീരുന്നത് വരെ 2 മണി വരെ, പുലർച്ചെ 2 മണി വരെയൊക്കെ ഇരുന്നിട്ട് നമ്മളെ കൂടെ സഹകരിച്ച് ആ പാലത്തിൻ്റെ ഷോട്ടൊക്കെ 2 മണിക്കാണ് ഞങ്ങൾ എടുത്തത്. ആ സമയത്ത് വരെ എല്ലാവരും മടുത്തു, എല്ലാവരും ടയർഡായി. കാരണം ഞങ്ങൾ ഇപ്പം നിങ്ങൾ കാണുന്ന ലൊക്കേഷനൊക്കെ നമ്മളാകെ 3.5 ദിവസം കൊണ്ടാണ് ഇത് ടോട്ടലി ഷൂട്ട് ചെയ്തത്. 3-4 ദിവസം. അത്ര ദിവസം. അപ്പൊ അതിനുവേണ്ടി നിന്നൊരു ക്രൂ ഉണ്ടല്ലോ, ക്യാമറ തൊട്ട് ആർട്ട് തൊട്ട് കോസ്റ്റ്യൂം തൊട്ട് നിന്നവർ ഇതിനൊപ്പം നിൽക്കണം, ആർട്ടിസ്റ്റ് നിൽക്കണം. അപ്പൊ ഇതിൽ കാണുന്ന ഓരോ ഷോട്ട് എടുക്കാൻ വേണ്ടി അവരിടുന്ന എഫേർട്ട് വരുന്നത്. അവിടുന്ന് ഒറ്റ ഷോട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് അടുത്തടുത്തോട്ട് പോവാ. ഇത് ചെന്നൈയാണ്. സോങ് സീക്വൻസ് ഒക്കെ എടുത്തു. പിന്നെ ഇവിടെ കൊച്ചിയിലും വീടിന്റെ കുറച്ച് പോർഷൻസ്. പിന്നെ ഇതിനകത്ത് വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ സപ്പോർട്ടായിട്ടാണ്. അതെ അതെ അതെ. ഇതിനിപ്പം മേക്കപ്പ് ചെയ്തിരിക്കുന്നത് അക്ഷയ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്. അവര് പ്രൊഫഷണലി ആഡുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവര് ഭയങ്കരമായിട്ട് നമ്മളെ വിളിച്ചാൽ നാളെ വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ പെട്ടെന്നാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം ആ വർക്ക് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ വരിക. അതായത് ഇതിൽ പേയ്മെന്റ് ഓപ്പൺ ആയിട്ട് പറഞ്ഞ പേയ്മെന്റ് ഇല്ല, അതല്ല അവര് നിൽക്കുന്നത്. അങ്ങനെയാണ് അവര് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൽ കോസ്റ്റ്യൂംസ് ചെയ്തത് നമ്മുടെ തന്നെ ജൂനിയർ ആയിരുന്നു, പ്രശാന്ത് ഭാസ്കർ എന്ന് പറഞ്ഞ്. ഇതിൽ കോസ്റ്റ്യൂംസ് എല്ലാവരും എടുത്ത് പറയുന്നത് ഇതെല്ലാം അവൻ എഫേർട്ട് ഇട്ടിട്ട് പലയിടത്തുനിന്നും കൊളാബ് ചെയ്തിട്ട് വരെയാണ്. ഇതിൽ കോസ്റ്റ്യൂംസിന് എത്ര എക്സ്പെൻസ് ആയെന്നൊക്കെ ചെയ്യും. ഇതെല്ലാം ആ കോസ്റ്റ്യൂം ഡിസൈനറുടെ കഴിവാണ്, അവരുടെ കഴിവാണ്. അവർ മാക്സിമം അത് എഫേർട്ട് ഇട്ട് നമുക്കിത് മാക്സിമം ഇതാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നന്നായി നമുക്ക് ചെയ്യാം. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ക്രൂ ആയിട്ട് ഇത്രയും ആളുകളുമായിട്ടുള്ള ഒരു പരിചയം എങ്ങനെയാണ്? മറ്റേ ഇതിനകത്ത് ഇപ്പം ആർട്ട് ചെയ്തിരിക്കുന്നത് സജയൻ എന്ന് പറഞ്ഞാണ്. സജയൻ മാഷ് മധുരയിൽ സ്കൾപ്ചറിങ് ആർട്ടിന്റെ അധ്യാപകനായിരുന്നു. പുള്ളി പിന്നെ എന്തിരൽ അനിമെട്രിക് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ചെയ്തിട്ടുള്ള എന്തിരൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പം പുള്ളി കോക്ടോ ലവ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിനകത്തുള്ള മുതലേനൊക്കെ പുള്ളിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് പുള്ളി ഭയങ്കര ഇപ്പം ചെന്നൈയിൽ ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളിനെ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ പുള്ളി അതെന്താ വരാലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി വന്നത്. അത്രയ്ക്കും ഒരു പ്രശ്നമില്ല, നമ്മളെ ഫ്രണ്ടാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് DA ചെയ്തിരിക്കുന്നത് റോബിൻ ജോസ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന് നമ്മുടെ അടുത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരു കാര്യം പ്രതീക്ഷിക്കാതെ നമ്മുടെ അടുത്ത് പറയുകയാണ് അത് ചെയ്യാം, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ഏരിയയിലും പുള്ളി നമുക്ക് വേണ്ടിയിട്ട് ഓരോ സമയത്തും നമ്മൾ രാത്രി 2 മണിയായാലും 3 മണിയായാലും പുള്ളി ഇരുന്നിട്ട് നമുക്ക് വർക്ക് ചെയ്ത് തന്നു. കളറിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ പുള്ളി കല്യാൺ ജ്വല്ലേഴ്സ് അതുപോലെ തന്നെ ലീഡിങ് ആയിട്ടുള്ള അഡ്വർടൈസിങ് മാത്രം ചെയ്യുന്ന ഒരു കളറിസ്റ്റാണ് പുള്ളിക്കാരൻ. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഓരോ ഏരിയയിലും ഇപ്പം നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ ആളുകൾ ചെന്നൈയിലില്ലായിരുന്നു, അസിസ്റ്റന്റേ ഇല്ല. ഇതിനകത്ത് നമുക്ക് ഇത് കണ്ടിന്യൂ നോക്കാനോ ഇതാക്കാനോ ഒന്നുമില്ല.
ആ സമയത്ത് വളരെ കുറച്ചൊരു ടീമായിരുന്നു ചെന്നൈയിലുണ്ടായിരുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു 5-6 പേര് അല്ലെങ്കിൽ 6-7 പേര് വെച്ചിട്ടാണ് കൂടുതലും ഒരു ടീമാണ്. അത് എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാവരും ചെയ്യും. അതെ, അത് ഇന്നത് ഇപ്പം വൈശാഖ രവി എന്ന് പറഞ്ഞ ഇതിൽ പ്രൊഡ്യൂസറെ സ്ഥാനത്തുണ്ട്. അവനാണിത് ഫുള്ള് പ്രോജക്റ്റ് കോർഡിനേറ്റ് ചെയ്ത് എല്ലാ ഫുഡ് വേണോ, ആ ട്രാവലിംഗ് വേണോ, അവൻ വണ്ടി എടുത്ത് അവർ ഇതാക്കും, എല്ലാ കാര്യത്തിനും. അത് എൻ്റെ ഒപ്പം പഠിച്ചതാണ്. ഇപ്പം ഇതിൻ്റെ അത് ജോയൽ കവി എഡിറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് മ്യൂസിക്കൽ വീഡിയോ അത് എഡിറ്റ് ചെയ്തതാണ്. അപ്പം എൻ്റെ സൗഹൃദം മനുഷ്യന്റെ സൗഹൃദവും ചേർന്ന് സത്യത്തിൽ ഒരു സുഹൃബന്ധമാണ്, സൗഹൃദങ്ങളുടെ ഒരു പരിപാടിയാണ്. അപ്പൊ നമ്മൾ ഇത്രയും നാള് നിന്റെ ഒരു പരിപാടി എന്നും പറഞ്ഞ് വന്ന കുറച്ച് ആൾക്കാരും മനുഷ്യന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരും ചേർന്നിട്ടൊരു യൂണിറ്റ് ചെയ്ത്. അതെ, ഇതിനകത്ത് വേറെ 2 എഡിറ്റർമാരുണ്ട്. ഫസ്റ്റ് കട്ട് ചെയ്ത ടീം അത് രതിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള്, പിന്നെ നിഹാൽ ഹമീദ്. നിഹാൽ ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരു എഡിറ്ററാണ്. രതിൻ അതുപോലെ തന്നെ നദികൾ സുന്ദരി യമുന, അങ്ങനെയുള്ള മറ്റേ ആസിഫ് അലിയുടെ കൊത്ത്, ഇങ്ങനെയുള്ള സിബിമലയുടെ മെയിൻ ലീഡിങ് എഡിറ്ററാണ് ആള്. അമീത് സാറിന്റെ എല്ലാ പടത്തിന്റെ സ്പോട്ട് എഡിറ്റർ പുള്ളിയാണ്. അപ്പോൾ ഇവരൊക്കെ ഒരു പൈസയും പ്രതീക്ഷിക്കാതെ നമ്മളെ കൂടെ അങ്ങ് ഇറങ്ങി തിരിച്ചതാ. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓടി എത്തി. അത് നമ്മളെ വേറെ ഒന്നിനും ഞങ്ങൾ വിളിച്ചിട്ടില്ല, ഇതിന് മാത്രം വിളിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം ഒരു ഈഗോയും ഇല്ല. ഇപ്പൊ ഒരു എഡിറ്റർ കൈവച്ചത് അടുത്ത ഇപ്പൊ 3 എഡിറ്റർ കൈവച്ച ഒരു പ്രോജക്റ്റ് ആണ് നിങ്ങൾ കാണുന്നത്. അവർക്ക് പരസ്പരം ഇതില്ല. പ്രോജക്റ്റ് നന്നാവുക, അവർക്ക് കുറെ തിരക്കുകളുണ്ട്. ആ തിരക്ക് എഡിറ്റേഴ്സിന്റെ ഇൻപുട്ടിന്റെ കാര്യം ചോദിക്കുമ്പോൾ അതിലൊരു സീനില് ഒരു ടർഫ് പോലെ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു ഭാഗത്ത് നിന്ന് കടലിലേക്ക് വരുന്ന ഒരു ട്രാൻസിഷൻ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നതാണോ? അത് എഡിറ്ററെ കഴിവാണ്. അത് നിഹാൽ എന്ന് പറഞ്ഞ എഡിറ്റർ ആയിരുന്നു അതിന് ട്രാൻസിഷൻ ചെയ്തിരുന്നത്. പിന്നെ ആ ഏരിയ നിഹാലും പിന്നെ നമ്മളെ അജിത് ഉണ്ണിയും ജോയലും 3 പേരും അത് 3 വിധത്തിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആര് ചെയ്താണ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവരുന്ന നിഹാലാണ്. അതെ, അവൻ വേറൊരു വർക്ക് പോയി അതിന്റെ പ്രോജക്റ്റ് ഫയൽ കിട്ടാതെ വന്നോണ്ട് അജിത്തിനെ അത് ഏൽപ്പിച്ചു. അജിത്ത് ചെയ്യുന്നതിനൊപ്പം തന്നെ ജോയിലും ചെയ്തു. അതിൽ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മളിതിൽ. അവരോട് പറഞ്ഞിട്ടില്ല, അവര് ചെയ്തത് 3ഉം ഏകദേശം ഒരേപോലെയാ. അപ്പോൾ അതിൽ ഏറ്റവും ബെറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് അവർക്കും മാത്രമേ അറിയുള്ളൂ, ഞങ്ങൾക്ക് പുറത്തറിയാൻ പറ്റില്ല. ഇപ്പൊ ഇതിനകത്ത് ഒരു പെർഫ്യൂമിന്റെ ഒരു ഇത് കാണിക്കുന്നുണ്ടല്ലോ. അതായത് പലപ്പോഴും നമുക്ക് പല ആളുകളോടും ആളുകളുടെ ഓർമ്മകൾ നമ്മൾ പെർഫ്യൂമിലൂടെ അല്ലെങ്കിൽ ആ ഒരു മണത്തിലൂടെ കിട്ടാറുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് ഇതിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണ് ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ? അല്ല, അത് എനിക്ക് കണക്ട് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഈ ഒരു സ്മെല്ലെന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു ഭയങ്കര മെമ്മറി. ഇപ്പം അത് എന്തിൻ്റെ ആണെങ്കിലും നമുക്ക് നേരെ ബാക്ക് ടു ഒരു സെക്കൻഡ്സിൽ നമുക്ക് ആ ഒരു മെമ്മറിയിലേക്ക് പോകാം. അതായത് അത് മാത്രം ഉള്ളായിരുന്നു ഇതിൻ്റെ അകത്ത്. നമ്മൾ അതൊരു 3 വർഷം മുമ്പ് വിനീതേട്ടനോട് പോലും പറഞ്ഞു, വിനീതേട്ടൻ പറയടാ ഈ കോൺസെപ്റ്റ് കൊള്ളാം, ഞങ്ങൾ സോങ് പാടിയ സമയത്ത് 3 വർഷം മുമ്പാണ്. അപ്പം പുള്ളി അത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ഈ അത് പറഞ്ഞപ്പോഴാണ് മദ്രാസ് മലർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മയ്യോപ്പിയുടെ ഒരു പെർഫ്യൂമാണ് ഇതിൽ യൂസ് ചെയ്യുക. എല്ലാവരും ഓർത്ത് അവർ ഭയങ്കരമായിട്ട് അവരുടെ ഒരു ബ്രാൻഡിങ് പരിപാടിയാണെന്നുള്ളത്. നമ്മൾ ഓൾറെഡി അവരോട് ഇങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ചോദിച്ചിട്ട് നമ്മളൊരു മ്യൂസിക്കൽ വീഡിയോ അവർ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഈ മയ്യോപ്പിയുടെ സ്റ്റോക്കില്ല അവർക്ക്. മദ്രാസ് മലർ കളക്ഷനിലേക്ക് കുറെ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുക. അവർ നമ്മളുമായിട്ട്, കാരണം അവരത് ഡിസ്കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള രീതിയിൽ നിന്നൊരു സ്ഥലത്തു നിന്ന് ഇപ്പൊ കൂടുതൽ എൻക്വയറിയിലേക്ക്, അത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ ഇപ്പൊ ജിസ് ജോയ് അദ്ദേഹത്തിന്റെ വോയിസ് ഓവറിലാണല്ലോ തുടങ്ങുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ഇതിലേക്ക്? ജിസേട്ടനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അപ്പം ജിസേട്ടനെ ഞാൻ വിളിച്ചു, ജിസേട്ട ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അപ്പം പുള്ളി അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ട് മൂപ്പരും ദുബായിലേക്ക് പോവുക ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നടക്കൂലടാ ഞാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജിസേട്ട നിങ്ങളെ വോയിസ് ഇല്ലെങ്കിൽ, അല്ലു അർജുൻ്റെ വോയിസ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജിസേട്ടൻ ഞാൻ രാത്രി വിളിക്കാം 9 മണിക്ക് എന്ന് പറഞ്ഞിട്ട് ജിസേട്ടൻ കട്ട് ചെയ്ത് രാത്രി 9 മണിക്ക് വിളിച്ചിട്ട് നാളെ 8 മണിക്ക് നീ സ്റ്റുഡിയോയിലേക്ക് വന്നു, എൻ്റെ ചെറിയ ഒരു സാധനം ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അവിടെ പോയി രാവിലെ 8 മണിക്ക് പോയി ജിസേട്ടൻ ചെയ്തു. ജിസേട്ടൻ വാങ്ങുന്ന പ്രതിഫലമോ പരിപാടികളൊന്നും ജിസേട്ടൻ പറഞ്ഞിട്ടില്ല, വാങ്ങിയിട്ടുമില്ല. വളരെ ഞങ്ങളുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തിട്ട് നിന്റെ പരിപാടി നീ സിനിമ ചെയ്യടാ എന്ന് പറഞ്ഞ് പരിപാടി അടിപൊളി ആകട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി ആശംസിച്ച് പോയ ആളാണ്. അപ്പം വിനീതേട്ടൻ്റെ നരേഷനും അതുപോലെ തന്നെ. വിനീതേട്ടൻ പക്ഷെ ഞങ്ങൾക്ക് കൈ കിട്ടിയിട്ടില്ല ഒന്നിനും. വിനീതേട്ടനെ പാടി വിനീതേട്ടൻ ഇത് ഫസ്റ്റ് പാടുന്ന സമയത്ത് മ്യൂസിക്കൽ ഒരു വീഡിയോ മാത്രമാക്കി എടുക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതെ അതെ, അല്ല അന്നൊരു സ്റ്റോറി ലെങ്ത് ഇല്ലായിരുന്നു. ഇപ്പൊ അജിത്തിന്റെ അടുത്ത് പറയുമ്പോഴും അജിത്ത് വന്നത് അവന്റെ മ്യൂസിക്കൽ വീഡിയോക്ക് ഒരു അതിൻ്റെ അകത്തൊരു സ്റ്റോറി എന്നുള്ളത്. ഇപ്പം പറഞ്ഞു വന്നപ്പോൾ മറ്റേ തിളക്കത്തിൻ്റെ അകത്ത് ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പം 20 മിനിറ്റ് വീഡിയോയ്ക്കകത്ത് 2 സോങ് എന്നുള്ള രീതിയിലായി. അവനൊരു മ്യൂസിക്കൽ വീഡിയോ ചെയ്യാൻ വന്ന ഒരാൾ ഷോർട്ട് ഫിലിമിനകത്ത് 2 സോങ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിലെല്ലാം അവനൊരു പ്രോബ്ലം ഇല്ല. അവൻ പറയും നമ്മുടെ സാധനം എങ്ങനെയാലും നന്നാവുക.
അല്ലെങ്കിൽ എൻ്റെ മ്യൂസിക് അവിടെ ഹൈലൈറ്റ് ആവുക എന്നുള്ളൊരു കാര്യങ്ങളൊന്നുമില്ല. ഇത് അതാണ് നമുക്ക് ഏറ്റവും ഇതിലൊരു ഇവൻ ഫസ്റ്റിലെ നമുക്ക് നിങ്ങളിപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു സീൻ വന്നാൽ നന്നാവും, നമ്മുടെ സീൻ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്തു, പക്ഷെ അതിന് ഇത്ര ബഡ്ജറ്റ് ആയിരിക്കും. അതൊന്നും ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പുതിയ റോഡ് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അജിത്തിൻ്റെ ഒരു പാട്ട് കേൾക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒരു സോങ് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ ഇങ്ങനെ ഞാൻ ഡയറക്റ്റ് ചെയ്യണം ഒരു സിനിമയുടെ നമ്മൾ ഇത്രയും വർഷമായിട്ട് 14 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, നമ്മൾ ഡിസൈൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഡയറക്ഷൻ ചെയ്യണം, ഡയറക്ഷൻ ആഗ്രഹിച്ചിട്ടാണ് സിനിമയിൽ നിൽക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഒരു എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് ആരുടെ അടുത്ത് എന്തെങ്കിലും പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോസ്റ്റർ ഡിസൈൻ കൂടി ചേട്ടൻ ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ സമയത്ത് അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നില്ലേ? അല്ല, ഈ സമയത്തൊക്കെ നമ്മൾ ലൊക്കേഷനിൽ പോകുന്നു, പഠിക്കുന്നു, ഓരോന്ന് കാണുന്നു, പഠിക്കുന്നു. ഇങ്ങനെ ഞാൻ ലൊക്കേഷനിൽ സ്റ്റില്ലെടുപ്പിക്കാൻ പോകും. ഇതൊക്കെ എല്ലാ ആൾക്കാരായിട്ട് കണക്ഷൻ ഉണ്ടാവും, എല്ലാ ബന്ധങ്ങളും ഉണ്ടാവും. ആ ബന്ധങ്ങളൊക്കെ തന്നെ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു രീതിയിൽ നമ്മൾ ആ ടൈം വരെ നമ്മൾ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ പോയി. ഈ ഒരു സമയത്തെത്തിയപ്പോൾ എൻ്റെ കുറച്ചൊരു ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അജിത്തിൻ്റെ അടുത്ത് പറയുന്നത്. അജിത്ത് ആദ്യം തന്നത് ഒരു മലയാള സോങ് ആയിരുന്നു, അതും വിനീതേട്ടൻ പാടിയതാണ്. അത് വേറൊരു ഫിലിമിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫിലിമിന് വേണ്ടിയിട്ട് അവൻ തന്നായിരുന്നു. അപ്പോൾ ആ സോങ് കേട്ടപ്പോൾ മനുഷ്യൻ പറഞ്ഞാൽ ഇത് കൊള്ളാലോ, ഈ പാട്ട്, ഇത് മ്യൂസിക് വീഡിയോ, അത് ഡിലേ വന്നു, ആ ഫിലിം ഡിലേ വന്നു. അപ്പോഴാണ് അത് വെച്ച് ഞങ്ങൾ മൂവ് ചെയ്യായിരുന്നു. അത് മൂവ് ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ വിഷ്വലൊക്കെ ഇങ്ങനെ നിന്നുമ്പോൾ അജിത്ത് പറഞ്ഞ് എൻ്റെ ഒരു വേറൊരു സംഭവമുണ്ട്, ഇത് നിങ്ങളൊന്ന് കേട്ട് നോക്കെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഈ അൻപയുടെ ഹുക്ക് ലൈന് പകരം അവൻ വേറൊരു കൽബേ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ. അപ്പൊ നമ്മൾ പറയും ഇത് കൊള്ളാം, ഈ ഏരിയ ഇത് നമുക്ക് തമിഴാക്കിയിട്ട് ഇതിന്റെ അപ്പുറം ഇപ്പുറം ഉള്ളത് നമുക്ക് അവിടുന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ സോങ്ങുമായിട്ട് മൂവ് ചെയ്തപ്പോൾ ഇങ്ങനെ ഇത് നിങ്ങൾ കേട്ട് നോക്ക്, നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് തുടങ്ങിയെടുത്തെന്നാണ്. ഞങ്ങൾ കഥ എഴുതിയിട്ട് അതിനകത്ത് സോങ് ഇട്ടതല്ല, ഈ സോങ് ഇട്ടതിന് ശേഷം കഥ ഡെവലപ്പ് ആയതാണ്. അതിലേക്ക് മമ്മൂട്ടി കമ്പനി ഇത് അവതരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാ വന്നത്? മമ്മൂക്കയുടെ കോസ്റ്റ്യൂമർ ഉണ്ട്, അഭിജിത്ത്, അവൻ എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ അവൻ ഈ ടീസർ കണ്ട് കൊള്ളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അവനോട് ഇത് മമ്മൂക്കയെ കാണിക്കാനാണ് ഇതൊരു ഡൗൺലോഡ് ചെയ്തൊരു വേർഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ആ സമയത്ത് ഞങ്ങളപ്പോൾ ആ കൂടെ ചോദിച്ചത് മമ്മൂക്കയെ കൊണ്ട് ഷെയർ ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇവൻ എൻ്റെ പപ്പ ഫിലിമിലൊക്കെ മമ്മൂക്കയോട് അഭിനയിച്ച ആളാണ്. അപ്പം ഇന്നയാൾ കോട്ടയംപ്രതിൻ്റെ മോൻ ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ പേജിലൂടെ ഇടാം, അതെന്നാ നോക്കിയോ എന്ന് ഇട്ടോളാൻ അവനോട് പറഞ്ഞു. അങ്ങനെയാണ് മമ്മൂക്കയുടെ പേജിലേക്ക് ശരിക്കും അതും ഈ ഒരു റീച്ചിന് ഭയങ്കര നന്നായിട്ട് സഹായിച്ചു. തലേദിവസം അത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആൾക്കാർ ഷെയർ പോയ സാധനം നമുക്ക് ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവും. ഇത് കണ്ടിട്ട് വിനീത് ശ്രീനിവാസൻ വിളിച്ചോ? എന്താണ് ഈ പുതിയ പടം ഉണ്ടല്ലോ മറ്റേ ഒരു ജാതി ജാതകത്തിന്റെ തിരക്കിലാണ് പുള്ളി. ആ സമയത്ത് തന്നെയാണ് സെയിം ഡേയിലാണ് ഞങ്ങളുടെ റിലീസും. ഞങ്ങൾ പ്രിവ്യൂ നടത്തിയത് വനിതാ വിനീത തിയേറ്ററിലായിരുന്നു. അതിന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നിലത്തിരുന്ന് കാണണമെന്ന്. അതേപോലെ ഞങ്ങൾക്ക് നിലത്തിരുന്ന് കാണേണ്ടി വന്നു, അത്രയ്ക്കും നല്ല ക്രൗഡായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ചെയ്തത്. ഞങ്ങൾ ഒരിക്കലും ഇതിങ്ങനെ ഒരു പ്രതീക്ഷിച്ചല്ല. ഞങ്ങളൊരു ചെറിയൊരു അല്ല ഇപ്പൊ ഓപ്പണായിട്ട് പറയാം, മനുഷ്യൻ അങ്ങനെ അത്യാഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എടാ ഒരു ചെറിയൊരു മ്യൂസിക്കൽ വീഡിയോ അത് മതി, നമുക്ക് വേണ്ടത് കിട്ടും എന്ന് തുടങ്ങി. എനിക്ക് ഭയങ്കര അത്യാഗ്രഹമായിരുന്നു സത്യമായിട്ട്. കാരണം എനിക്ക് നീ ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. കാരണം കുറച്ചുകൂടെ നമുക്ക് വേണം, കുറച്ചുകൂടെ വൈഡായിട്ടെന്ന് പറയും. അങ്ങനെ നമുക്ക് ആളും കൂടെ ഇതാക്കി നിന്നു. പക്ഷെ ഞങ്ങളിപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് ഞങ്ങൾ ഇത്രയും വൈഡാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അർജുൻ ഭയങ്കര ഹാപ്പിയാണ്. അർജുൻ ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് ബ്രോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഇതുപോലത്തെ ഒരു സാധനത്തിൽ തുടക്കമിടാൻ പറ്റിയല്ലോ. എൻ്റെ ആദ്യ ഡയറക്ടറാണ് നിങ്ങൾ, ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് ഡയറക്ടറാണ് നിങ്ങൾ, എനിക്കതിന് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ശ്രീതു ആയാലും, ശ്രീതു പിന്നെ കോമൺലി ശ്രീതുവിന് അങ്ങനെ അഭിപ്രായ പ്രകടനങ്ങളൊന്നും ഉണ്ടാകാറില്ല. ശ്രീതു കൊള്ളാം ചേട്ടാ എന്ന് പറയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ്. അപ്പൊ ശ്രീതുവിന് എല്ലാത്തിലും നമ്മളോട് സപ്പോർട്ടുണ്ട്, അർജുനും നമ്മളെ സപ്പോർട്ടുണ്ട്. അർജുൻ എപ്പോഴും നമ്മളെ വിളിക്കും, ഏത് സമയത്തും വിളിക്കും. അതാണ്. ഇനി അടുത്ത എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, പുതിയ വേറെ എന്തെങ്കിലും? സിനിമ ചെയ്യണം എന്നാണ് ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഇപ്പോഴും. അത് എപ്പോൾ സംഭവിക്കും അറിയില്ല, സിനിമയല്ലേ. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലിന്നുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? എൻ്റെ വൈഫ് ടീച്ചറാണ്, ഗവൺമെൻറ് ജോലിയാണ്, ഹൈസ്കൂൾ ടീച്ചറാണ് ഇവിടെ നാട്ടിൽ തന്നെ.
അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണാത്തത് ചിലപ്പം എനിക്കൊന്ന് ഒരു 1.5 മാസത്തോളമായി. അനില എന്ന പേര്, മോനെയും ദ്രുപദനെയും ഒക്കെ കാണാത്തത് 1.5 മാസത്തോളമായി. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഔട്ട്പുട്ട് വന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ നമ്മൾ ഇത്രയും സാക്രിഫൈസ് ചെയ്തത് എന്നുള്ളതിനെ കൊണ്ട് തന്നെ. അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ അമ്മയും വിഷ്ണുവിൻ്റെ അച്ഛനുമാണ് ഞങ്ങളെ ഫുൾ ടൈം ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത് ഇത് ചെയ്യണമെന്ന്. ഇവൻ്റെ ഇവൻ്റെ അനിയത്തി. അപ്പോൾ വൃന്ദയൊക്കെ ഇതിനകത്ത് ഞങ്ങൾക്ക് സഹായം സാമ്പത്തികമായിട്ടടക്കം ചെയ്തിട്ടുണ്ട്. അവള് ഈ ഐഷ കാസ്റ്റ് ചെയ്തത് ലാസ്റ്റ് വരുന്ന ആള്. ഇത് നിങ്ങളൊന്ന് നോക്ക്, ഇത് നമ്മുടെ ഇതിന് വന്നാൽ നന്നാവും. അതായത് ശ്രീധുവായിട്ട് മാച്ചെന്ന് പറഞ്ഞിട്ടാണ് അവളാണ് ഇത് എങ്ങനെയെങ്കിലും ഞങ്ങൾ ആളിലേക്ക് എത്താൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിയില്ല ഇത് ആളിൽ എങ്ങനെ എത്തുമെന്നുള്ളത്. പിന്നെ അത് വൈശാഖ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തു. ഇത് ശരിക്കും അച്ഛനുള്ള സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതെ. ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഇവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്റെ അച്ഛനെ വിളിച്ചിട്ട് മോനെ നല്ല സാധനമാണ്, നീ എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ പപ്പയാണ് ഈ റോള് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമുക്കത് ചെയ്യാം. അപ്പം മഞ്ചേട്ടൻ പറഞ്ഞു ഇനി പേയ്മെന്റ് ഒക്കെ പപ്പ ഇങ്ങനെ മേടിക്കുന്നതല്ല, അപ്പൊ പേയ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല, നമ്മളങ്ങ് എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി, നമ്മളങ്ങ് വരാം. ഒരു ഫാമിലി ഫ്രണ്ട്സ് ആണ് മൊത്തത്തില്. വിഷ്ണുവിന്റെ ഫാമിലി ഒക്കെ ആയിട്ട് ഞങ്ങൾ അത്രയും ഒരു രീതിയിലാണ്. ഇപ്പോൾ കോട്ടയം പ്രദീപ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലമായിട്ട് അദ്ദേഹം സ്ട്രഗിൾ ചെയ്ത് വന്നിട്ട് ഏറ്റവും നല്ലൊരു ടൈമിലേക്ക് എത്തുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഒരു വിയോഗം ഉണ്ടാകുന്നത്. അപ്പൊ മകന്റെയും നല്ലൊരു വർക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുന്നില്ല. അപ്പം അമ്മയുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അല്ല, അമ്മയ്ക്ക് സന്തോഷമാണ്, അനിയത്തിയും നല്ല സന്തോഷത്തിലാണ്. അവര് മൊത്തത്തിൽ വേറെ ഒന്നുമല്ല, അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ ഈ രീതിയിലേക്ക് എത്തിയല്ലോ. അന്ന് അത് ഇങ്ങനെ നിന്നാലും അത് ഈ രീതിയിലേക്ക് എത്തി. അത് സ്റ്റാർട്ടിങ് തന്നെ പപ്പയുടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛൻ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഭയങ്കര അതെ. അയ്യോ, എല്ലാവരും നമ്മളൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര അതിനേക്കാൾ ഒരു ജോളിയായിട്ട് ഒരു കോളേജ് പയ്യനെ പോലെ നമ്മളടുത്ത് സംസാരിക്കുന്നത് വിഷ്ണുവിനോട് സംസാരിക്കുന്ന പോലെ അതുപോലെയാണ് നമ്മൾ തങ്ങി സംസാരിക്കുന്നത് തന്നെ ഇവരുടെ അടുത്ത് സംസാരിക്കും. ഒരു കൗണ്ടർ അടിച്ച് ഓരോ ഇതിലൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് ആള് സംസാരിക്കുന്നത്. നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ, വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഇതിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മെമ്മറി എന്തായിരിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ ഷൂട്ടിന്റെ സമയത്ത് ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ഒരു തൊട്ട് മുമ്പായിട്ട് എനിക്ക് ഡെങ്കിപ്പനി ബാധിച്ചു. ഷൂട്ട് നാളെയാണ്. ഞാൻ ഡെങ്കിപ്പനി ബാധിച്ച് ലിസി ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ വിഷ്ണു വൈശാഖും അതിൻ്റെ തൊട്ട് തലേന്ന് 3 ദിവസം മുമ്പ് അവർ പോയി. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ കുറച്ച് ലൊക്കേഷനൊക്കെ കണ്ടിരുന്നു നേരത്തെ. അല്ലാതെ 1-2 ചെറിയ ലൊക്കേഷൻ കൂടി കാണാനുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരവിടെ നേരത്തെ പോയിരുന്നു. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞ ഞാനും വിഷ്ണുവിന് പറഞ്ഞടാ ഷൂട്ട് മാറ്റി വെക്കേണ്ടി വരും, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, തലവേദന എടുക്കുന്നുണ്ട്, പനിയുണ്ട്, നല്ല ഹൈ ഫീവറാണെന്ന് പറഞ്ഞു. വിഷ്ണു പറഞ്ഞു എന്താ ചെയ്യുക, ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരിക്കും. പ്രോജക്റ്റ് നടക്കില്ല എന്ന് ഉറപ്പാണ്. മനുഷ്യനെ കയറുവാ, നമുക്കിത് എങ്ങനെയും നടത്താം, നമുക്ക് ഈ പ്രോജക്റ്റ്. കാരണം ഞങ്ങൾ പലയിടത്തുനിന്ന് തോറ്റു വന്നാണ്. അതായത് ഇപ്പം നടക്കില്ല. അവസാന സെക്ഷൻ നാളെ ഷൂട്ടിന്റെ സമയത്ത് മനുഷ്യന് തലേദിവസം ഇതാണ് ഞങ്ങൾ കേൾക്കുന്നത്. ബുക്ക് ചെയ്തിരിക്കുകയാണ് ടിക്കറ്റ് എല്ലാം ഫുൾ ക്രൂ വന്നോണ്ടിരിക്കുക. അവിടെ എത്തി. ഞാൻ ഈ പനിയായിട്ടാണ് ഞാൻ ഇവിടെ ഹോൾഡായി പോയത്. അങ്ങനെ തിരിച്ച് ഞാൻ ചെന്നൈയിൽ എത്തിയിട്ട് അവിടെയാണ് ഭയങ്കര ചൂട്. ആ സമയത്ത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിന്ന് വേർത്തും കൊണ്ട് ചെയ്ത വർക്കാണത്. കാരണം ഈ അവിടുത്തെ 3 ദിവസം നമ്മൾ ഷൂട്ടുണ്ടായിരുന്നു. ആ 3 ദിവസത്തെ ഷൂട്ടും നമ്മൾ അതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ട് വർക്ക് ചെയ്തത്. ഇവരൊക്കെ എല്ലാ ക്രൂ മെമ്പേഴ്സിൻ്റെ എല്ലാവരെയും, സിനോ ചേട്ടൻ, ആമോഷ്, പിന്നെ ക്യാമറ ചെയ്തതാണ്. അപ്പൊ അതിൽ ഇതിൽ വന്നില്ല വൈശാഖ് എന്ന് പറയുന്നത് അവന്റെ കൂടെ ഉള്ളവരാണ്. സുഹൃത്തുക്കളാണ്. അപ്പൊ അങ്ങനെയാണ് ക്യാമറ ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങളോട് ദീപു ഉണ്ട്, ദീപു എന്നും പറഞ്ഞു പ്രോജക്റ്റ് കോർഡിനേറ്റർ. അവൻ ഇതിന്റെ A-Z കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ആരുമില്ല, എന്തിനും ഓടി നടക്കുന്ന കുറച്ച് ചങ്ക് പറിച്ചു തരുന്ന കുറച്ച് കൂട്ടുകാർ ചെന്നൈയിൽ ഓടി നടക്കുക. കുറച്ച് മലയാളി പിള്ളേര് വന്നിട്ട് ചെന്നൈയിൽ പെർമിഷൻ ഇല്ലാത്തടത്ത് പോലും നമ്മൾ എടുത്ത്, നമുക്കറിയില്ല അടുത്ത സീൻ ഇതെടുക്കാൻ പെർമിഷൻ ഉണ്ടാവോ. ഞങ്ങളിപ്പോൾ മനുഷ്യേട്ടൻ പനിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാനും വൈശാഖും ഒരു വണ്ടിയിൽ ഇങ്ങനെ നടക്കുക. പലയിടത്തും ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കഴിക്കാൻ പോയി. ഈ ഹോട്ടലിൽ ഒരു ചെറിയൊരു ഷൂട്ട്, ഒരു നായകനും നായികയും ചെറുതായിട്ട് വരുന്നു, ഒന്ന് കുടിക്കുന്നു, ഓക്കെ എന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞു. അവിടുന്ന് ഉച്ചവരെയായി ആ ഷൂട്ട്. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ ഇതേപോലെ തന്നെ അങ്ങനെ പെർമിഷൻ ഇല്ലാത്ത പലയിടത്തും പോയി നമ്മൾ കിട്ടി. അതിനൊപ്പം തന്നെ കൂടെ നിൽക്കാൻ നമുക്ക് എല്ലാവരും കൂടെ വന്നു. ഇത് മാത്രമല്ല, ഞങ്ങൾ
എൻ്റെ ഈ പനി സമയത്തും നമ്മൾ നിൽക്കാൻ കസേരയില്ല, ഇരിക്കാൻ കസേരയില്ല, അതുപോലെ തന്നെ നിന്നിട്ടാണ് ഓരോന്നും ചെയ്യേണ്ടത്. ഈ സമയത്ത് നമ്മളിങ്ങനെ നിന്നുകൊണ്ട് വെയിലത്ത് നിന്നുകൊണ്ട് തന്നെ വർക്ക് മൂവ് ചെയ്ത് പോയിരുന്നു. പിന്നെ രാത്രി 2 മണി വരെയും 2:30 വരെയൊക്കെ ഷൂട്ട്. ഈ പനി ഫീവർ നല്ല ഫീവർ എന്ന് പറഞ്ഞാൽ ഹൈ ഫീവറാണ്, ഡെങ്കിയുടെ ഫീവർ അറിയാലോ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കൗണ്ടൊക്കെ നന്നായിട്ട് കുറഞ്ഞിരിക്കുന്ന സമയം. ഡോക്ടർ പറഞ്ഞത് ഇവിടുന്ന് പോകണ്ട, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാവും എന്ന് പറഞ്ഞ സിറ്റുവേഷനിലും നമുക്ക് ചെയ്യേണ്ടി വന്നത് അതായിരുന്നു സിറ്റുവേഷൻ. ആള് പറഞ്ഞ ഡോക്ടർ പറഞ്ഞടാ അനങ്ങരുത്, ഞങ്ങൾ ഇവിടെ അനങ്ങാതിരുന്നാ മതി എന്നുള്ളത്. എങ്കിലും ആള് അതൊന്നും നോക്കിയില്ല, ആള് നോക്കിയില്ല. നമ്മള് പിന്നെ ആടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പനി എന്നുള്ള സാധനത്തിനെ മറന്നു. പക്ഷെ ഭയങ്കരമായിട്ട് ടയേർഡ് ഉണ്ടായിരുന്നു ശരീരത്തിന് മൊത്തം. പിന്നെ ഈ ഷൂട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നുമില്ലല്ലോ, പനിയില്ല, ഒന്നുമില്ല. ആ രീതിയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ഇപ്പം നമുക്കിപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ VFX ചെയ്തത് ഇന്ദ്രജിത്ത് ഉണ്ണിപ്പാലിയത്താണ്. നമ്മളെ കൂടെ നിന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ കൂടെ നിന്ന ആൾക്കാരിൽ ഒരാൾ ഇന്ദ്രജിത്ത് ഉണ്ണിപ്പാലിയത്താണ്. അവൻ്റെ VFX ഏരിയ മുഴുവൻ കൈകാര്യം ചെയ്ത അവനാണ്. മാത്രമല്ല നമ്മളെ എവിടെ ഡൗൺ ആവുന്നു ഫൈനാൻഷ്യലി അവന് ചെറിയ രീതിയിലുള്ള സപ്പോർട്ടും എല്ലാം നമ്മളെ കൂടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അജിത്ത് ഉണ്ണി എന്ന് പറഞ്ഞ ആള്, പിന്നെ അവനാണ് ടൈറ്റിൽ ആനിമേഷനും. ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും എപ്പോഴായാലും മാറ്റി ചെയ്തു, അങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് അക്ഷയൻ്റെ പേര് പോലും നമുക്ക് ചില സമയത്ത് നമുക്ക് ടൈറ്റിൽ മിസ്സായി പോയിട്ടുണ്ട്. അത് മനഃപൂർവ്വമല്ല, ടെക്നിക്കൽ എററാണ്. ഞങ്ങൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഓടി നടക്കുന്ന സമയത്താണ് ഇത് വന്നത്. അപ്പോൾ അക്ഷയ്ക്ക് ഇങ്ങനെ ഭയങ്കര വിഷമായി. അതിന് അക്ഷയനോട് ഞങ്ങൾ സോറി ചോദിക്കുന്നു. പക്ഷേ അക്ഷയ് ഞങ്ങളെ കൂടെ അത്രയും കട്ടയ്ക്ക് എപ്പോൾ വിളിച്ചാലും അവള് കൂടെ ഉണ്ടായിരുന്നു. അക്ഷയ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എല്ലാവരും. അജിത്ത് മാത്യു മ്യൂസിക് ഡയറക്ടർ അവനുള്ളത് കൊണ്ടാണ് ഈ പ്രോജക്റ്റ് ആയത്, ഇങ്ങനെ ആയത്. അത് ഈ ഒരു രീതി വലുതായതും ഈ ഒരു പാട്ട് ഇത് വന്നതും ഇതിന്റെ എല്ലാ സംഭവം ഇത് അർജുൻ ശ്രീതു എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇവർക്ക് വേണ്ടി ഇങ്ങനെ പേയ്മെന്റ് ഒക്കെ വന്നാൽ എല്ലാത്തിനും ഓക്കെ അടിച്ചത് അജിത്ത് മാത്യയാണ്. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് നന്ദി വൈശാഖ രവി. അജിത്തും അജിത്തിന്റെ വൈഫും അജിത്തിന്റെ വൈഫിനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അജിത്ത് ഇങ്ങോട്ട് കാര്യങ്ങൾ അയക്കുന്നതൊക്കെ. പല BGM ചില BGMകൾ ഞങ്ങൾക്ക് അയച്ചു തരുന്ന സമയത്ത് ചില സമയത്ത് ഞങ്ങൾ എടാ ഇത് വർക്കാവില്ല, പക്ഷെ അവൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ എന്നിട്ട് വൈകുന്നേരം പോയിട്ട് വീണ്ടും സെറ്റ് ചെയ്തിട്ട് വേണം അയക്കാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടെ നമ്മളെ കൂടെ A to Z കാര്യങ്ങൾക്കും മ്യൂസിക്കലിയും BGMയിലെയും എല്ലാത്തിനും അവന് അത്രയ്ക്ക് എഫേർട്ട് ഇട്ടിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. അവൻ്റെ മാക്സിമത്തിൽ അവൻ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഈ ഇൻസ്ട്രുമെൻസിലൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും ബാക്ക്ഗ്രൗണ്ടിലൊന്നും കിട്ടാത്തതിനെ കൊണ്ട് തന്നെ അവൻ കൂടുതലും അവന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ലിമിറ്റേഷൻ്റെ ഒന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല. അത്രയ്ക്കും ക്വാളിറ്റിയിൽ അവൻ ചെയ്തു വെച്ചിരിക്കുന്നത്. പകല് ജോലിക്ക് പോയിട്ട് നൈറ്റിൽ പോയിട്ട് ഇരിക്കുക. വീണ്ടും 2 പിള്ളേരും ഉണ്ട്, അവരും അനക്കാതെ വേണം പുള്ളി ചെയ്യാൻ. അങ്ങനെയൊക്കെയാണ് ഇത്. അവർ ഉറക്കിയിട്ട് വേണം. ദുബായിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അവിടുത്തെ ഫ്ലാറ്റിന്റെ അറ്റ്മോസ്ഫിയർ ഇതൊക്കെ അറിയാലോ നമുക്ക്. അപ്പോൾ അവർക്കുള്ള ഒരു അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ വോയിസ് അയക്കില്ല, മെസ്സേജ് അവർ ഉറങ്ങിയിട്ടില്ല. അങ്ങനെയാണ് ഇത് പലതും വർക്ക് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് മ്യൂസിക് വൈസിൽ എന്ത് ഇത് വന്നാലും ഇതിന് കുറെ എഫേർട്ട്, അത് ഈ സോങ്ങിലൊക്കെ ഒരുപാട് എഫേർട്ട് ആൾ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ പലതവണ മാറ്റി പറയും, ഞങ്ങൾ ഇത് ചേഞ്ചസ് പറയുമ്പോഴും ഒരു പ്രശ്നമില്ല നിങ്ങൾ പറഞ്ഞു. അതായത് പുള്ളിയുടെ ഫ്രീഡത്തിൽ പോലും നമ്മൾ കൈ കടത്തി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പലർക്കും അത് പിടിക്കില്ല. അങ്ങനത്തെ ഒരു ഈഗോയും കോംപ്ലക്സും ഇല്ലാതെയാണ് ഈ സോങ്ങിൽ അവൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇത് വേണം, ഇത് വേണം, ഓക്കെ നിങ്ങൾക്ക് ഇത് വേണം, ഇത് ചെയ്യാം, ഇത് വേണം, ഇത് ചെയ്യാം എന്ന് നമ്മൾ റെഫറൻസ് കൊടുക്കുമ്പോൾ അവന് ഈ സാധനം പിടിക്കാം നോക്കാം. പിന്നെ ഞങ്ങൾ ഒരിക്കലും കിട്ടാത്ത റെഫറൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അവൻ പറയും ഇതിന് ഇൻഷുറൻസ് കയറ്റേണ്ടി വരും, നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്യേണ്ടി വരും, അപ്പോൾ എന്താ സ്ഥിതി എന്ന് ചോദിക്കും. ഇപ്പോൾ ഇവിടെ ഓൾറെഡി മൊത്തം പ്രശ്നമായിരിക്കുകയാണല്ലോ സാമ്പത്തികമായിട്ടും മൊത്തത്തിൽ. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞാൽ എന്നാൽ നിൻ്റെ ഒരു ഐഡിയയിൽ അതൊന്ന് കറക്റ്റായിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അതിനേക്കാൾ നന്നായിട്ട് ഇൻഷുറൻസ് ഇല്ലാതെ അതിനേക്കാൾ നന്നായിട്ട് ചെയ്ത് ഞാൻ ഔട്ട്പുട്ട് തരികയാണ്. അപ്പോൾ അങ്ങനെ കൂടെ നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സിനിമയ്ക്ക് കിട്ടിയാൽ തന്നെ അവർ ഭാഗ്യവാന്മാരാണ്. അതിന്റെ പ്രൊഡക്ഷനും അത് തന്നെയാണ്. മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് അതിന്റെ പ്രൊഡക്ഷൻ സൈഡും കൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ. നമുക്ക് അതായത് വിഷ്വലി നമുക്ക് എന്ത് നമുക്ക് കണ്ടാലും അത് ചെയ്യാൻ ഓക്കെ, അത് നിങ്ങൾ നോക്ക്, നമുക്ക് റെഡിയാക്കാന്ന് പറയാം, ഏറ്റവും ബെറ്റർ ആക്കാന്നുള്ളൊരു ഇത് പറയാം. അപ്പൊ അതല്ലെങ്കിൽ എടോ അത് വേണോ, പുള്ളിക്കറിയാം. ഇപ്പൊ വേണമെങ്കിൽ അർജുനും ശ്രീധുവിനെ ഇട്ടാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് വിഷ്വലിൽ എങ്ങനെ ഇട്ടാലും ആൾക്കാർ പോകും. പക്ഷെ അതല്ലെങ്കിൽ നമ്മൾ ഇത്ര ഡിമാൻഡ് ചെയ്യുമ്പോൾ അതിലൊന്നും പിടിക്കണ്ട. ഇപ്പം ഇവനെ ഇത്രയൊന്നും ബഡ്ജറ്റ് ഇവിടെ ഇറക്കണ്ട എന്നുള്ള രീതിയിൽ പറയാതെ നമുക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ഞാൻ റെഡി
എന്ന് നിൽക്കാനും അതിനനുസരിച്ച് വൈശാഖ് അവനും പ്രോജക്റ്റ് ഡിസൈനായിട്ട് അവനും നിന്ന്, അവനാണ് ഫണ്ട് മൊത്തം കൈകാര്യം ചെയ്തതിൻ്റെ ഒരു പ്രൊഡ്യൂസർ, അവനും കൂടെ നിന്ന് അങ്ങനെയാണ് ഈ പ്രോജക്റ്റ്. പിന്നെ ദീപു ഇവരെല്ലാം ഷിനോജും ആമോഷും ഇങ്ങനെ 2 ക്യാമറമാന്മാർ ഉണ്ടായിരുന്നെങ്കിൽ കൊണ്ടാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് നമുക്ക്. ഫസ്റ്റ് എല്ലാവരും പറയുന്നത് വിഷ്വലാണ്. ഇതിന്റെ വിഷ്വൽ കാണുമ്പോൾ ഇവിടെ എന്താ ഫസ്റ്റ് ഒരു പ്രോജക്റ്റ് ഫസ്റ്റ് അതാണ് വിഷ്വലിന്റെ കാര്യം. എല്ലാരും ഫസ്റ്റ് പറയുന്ന വിഷ്വലിന്റെ കാര്യങ്ങളാണ്. അതെ, തമിഴ് തെലുങ്ക് സിനിമകളുടെ ഒരു പാട്ടുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ ഓരോ സമയത്തും ഞാനിങ്ങനെ പറയും, ഷിനോട്ട ഇതാണ് നമ്മളെ കളർ പാലറ്റ്, ഇതാണ് നമ്മളെ സംഭവം, ഇതാണ് ഇതിന്റെ രീതി എന്ന് പറയുമ്പോൾ പുള്ളി അത് ചെയ്യാം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഞങ്ങള് അതിന്റെ നമുക്ക് സാധനം കറക്റ്റ് ആയിട്ട് നമ്മളെ ഇതിനകത്ത് നമുക്ക് സ്പോട്ടില്ല, നമുക്ക് എന്താണ് സാധനം ചെയ്യുന്നത്. നമ്മളവിടെ പോയി ക്യാമറയിൽ നോക്കുന്ന സമയത്താണ് ഓക്കെ ആണോ, ഫോക്കസ് ഔട്ട് ആണോ, അതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. മോണിറ്ററില്ല. ഫോക്കസ് ഔട്ടും ഫോക്കസ് ഇന്നൊക്കെ അവരുടെ കയ്യിലായിരുന്നു. അപ്പൊ അത്രയും കോൺഫിഡന്റ് ആയിട്ട് അവർ ചെയ്തു അവർക്ക്. പിന്നെ അതുപോലെ തന്നെ DA ചെയ്യുന്ന ഇവര് മൊത്തം ഈ DA ചെയ്യുന്ന മറ്റേ റോബിൻ ജോസ് എന്ന് പറഞ്ഞ DA ആർട്ടിസ്റ്റും അവന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കണ്ണൻ എന്ന് പറഞ്ഞ ആളും എല്ലാവരും അത്രയ്ക്കും ടൈം ലിമിറ്റ് ഇല്ലാതെ നമ്മളെ കൂടെ വർക്ക് ചെയ്തു. റോബിനിന്റെ വൈഫിന്റെ ഫ്രണ്ടാണ്, അവർ ഒരുമിച്ച് പഠിച്ച. അങ്ങനെയാണ് റോബിനെ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ. നമ്മൾ വേറൊരു DA ആർട്ടിസ്റ്റ് ആയിരുന്നു ആദ്യം നോക്കിയത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇത് നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യണം, കുറേ ഏരിയ നമുക്ക് ഇരുന്ന് പ്ലാൻ ചെയ്ത് പോകണം. അപ്പം ആരെ കിട്ടും? നമ്മൾ ഈ ഇവിടെയുള്ള എല്ലാ DA ആർട്ടിസ്റ്റുകളും ഒരുവിധം ഭയങ്കര തിരക്ക് പിടിച്ച ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നമ്മളെ ഈ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സിനിമ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്ത് ഷോർട്ട് ഫിലിം എന്ന് ചോദിക്കുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ റോബിന് ഇതൊരു വലിയ പ്രോജക്റ്റായിട്ട് റോബിൻ കണ്ടിട്ട് എടുത്തിട്ട്, റോബിന് അതിനേക്കാൾ വലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത ആളാണ് റോബിന്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ബാക്കിയുള്ള എല്ലാ ടെക്നീഷ്യന്മാരും, ആർട്ട് ചെയ്ത സജയനായാലും സജമാഷൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടെ തന്നെ നിന്ന് വർക്ക് ചെയ്തു. ബാക്കിയുള്ള ഒരുവിധ ഏരിയ ഒക്കെ അങ്ങനെ, ദീപ് മോന് എല്ലാവരും അങ്ങനെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. ഇതാണ് നമുക്ക് ഇതിനകത്ത് നമുക്കുള്ളൊരു നേട്ടം. നമ്മൾ ഈ ക്രൂവിൽ വെച്ചിട്ട് തന്നെ നമുക്ക് സിനിമ ചെയ്യണം. ഇങ്ങനെ ഒരു ക്രൂ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ, അതാണ് നമ്മുടെ അല്ലാതൊന്നുമല്ല. ഈ ഒരു ബന്ധം, ഈ ഒരു സൗഹൃദം, അതാണ് കാശ് കൊടുത്തിട്ട് കേട്ടോ. പേയ്മെന്റ് കൊടുത്തിട്ട് ഇതിനകത്തുള്ള പേയ്മെന്റ് കൂടി അവിടെ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അല്ല, ഇവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. ഇവര് മതി നമുക്ക്. കാരണം ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇല്ലാതെ ഇങ്ങനെ ഓടി നടക്കാൻ, നമ്മളൊന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം എന്ന് പറയുന്ന ടീമായിരുന്നു. അപ്പൊ അങ്ങനെ എന്തായാലും ഈ ഒരു ഷോർട്ട് ഫിലിം വലിയ സക്സസ് ആയിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റുകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത്രയും സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു.